കണ്ണൂരിൽ കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തയ്യിൽ സ്വദേശി ശരണ്യയാണ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് മുറിയെടുത്തതിന് ശേഷമായിരുന്നു ആത്മഹത്യാ ശ്രമം. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശരണ്യ ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ശരണ്യയുടെ ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. എവിടെ വെച്ച് എപ്പോഴായിരുന്നു സംഭവം? ടോമെ, 1.5 വയസ്സുള്ള മകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കേസിലെ പ്രതി അമ്മ സ്വന്തം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത്. എന്തായാലും ഈ ലോഡ്ജിലെ ജീവനക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ തളിപ്പറമ്പ് കോടതിയിൽ ഇന്ന് വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഈ ആത്മഹത്യാ ശ്രമം. 2020 ഫെബ്രുവരി 17 ശരണ്യ 1.5 വയസ്സുള്ള മകൻ തയ്യിൽ കൊടുവള്ളി ഹൗസിൽ വിയാനെ കടൽ തീരത്തെ പാറയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഏറ്റവും ക്രൂരമായ നിഷ്ഠൂരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. 2020 ഫെബ്രുവരി 17 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഈ ശരണ്യ ക്രൂരമായി കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതും കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു സംഭവം എന്നായിരുന്നു അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഈ കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ശരണ്യയുടെ ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് മുറിയെടുക്കുന്നു. അതിനുശേഷമാണ് ആത്മഹത്യാ ശ്രമം നടന്നത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരണ്യ ഒറ്റയ്ക്കായിരുന്നു എന്നാണ് സൂചന. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ ശരണ്യ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്? ആരുടെങ്കിലും ഒപ്പമാണോ എത്തിയത്? ടോമെ, നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ തനിച്ചാണ് ലോഡ്ജിൽ മുറിയിലെടുത്തത്. എന്നാൽ ഇവരുടെ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും ഇവർ ഉള്ളത്. കൃത്യസമയത്ത് ജീവനക്കാർ കണ്ടതോടുകൂടിയാണ് ഇവരെ ആശുപത്രിയിൽ കഴിഞ്ഞത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഇവർ കഴിയുകയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ഇന്ന് വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്നത് ഇവർ തനിച്ചായിരുന്നു ഇത്തരത്തിൽ എത്തിയത് എന്നാണ്. ഈ ലോഡ്ജിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2020 ഫെബ്രുവരി 17 ഈ ശരണ്യ 1.5 വയസ്സുള്ള മകൻ ഈനെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. കണ്ണൂർ തയ്യിൽ കടപ്പുറത്താണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതും അന്ന്. ഏതായാലും കുഞ്ഞിനെ കാണാതായതോടെ അച്ഛൻ പ്രണവായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ കുഞ്ഞിന്റെ അമ്മയായ ശരണ്യയുടെ വീട്ടിന്റെ ഏതാനും മീറ്റർ അകലെയുള്ള ഈ കടൽ ഭിത്തിയിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒപ്പം ശരണ്യക്കെതിരെയും ഇത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നു. ഇരുവരെയും കസ്റ്റഡിയെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഏറ്റവും ഒടുവിലായി ശരണ്യാണ് ഈ കൊലയാളിയെന്ന് കണ്ടെത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനം കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് തൻ മകനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഈ ശരണ്യ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ടോം, വ്യക്തമാണ്. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ സ്വന്തം കുഞ്ഞിന് 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശരണ്യ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.